ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം തന്റെ മക്കളായ നമ്മെ ദൈനംദിനം ഒരാഴമേറിയ മർമ്മം ഓർമ്മപ്പെടുത്തുന്നു. അത് ഈ ലോകത്തിൻ്റെതായതിൽ നിന്നൊക്കെ നാം അകന്നു നിൽക്കാനത്രേ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് നമ്മോടവൻ ആഹ്വാനം ചെയ്യുന്നു. പ്രിയരെ, ലോകം നമ്മെ പല വഴികളിലേക്കും വിളിക്കും. പാപത്തിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്ക്, വഷളത്വം നിറഞ്ഞ വഴികളിലേക്ക്. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. യോസഫ് പാപത്തോട് എതിർത്തു നിന്നു, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ദാനിയേൽ രാജാവിന്റെ ഭക്ഷണത്തോടും പാനീയത്തോടും എതിർത്തു നിന്നു, അതുകൊണ്ട് ദൈവം അവനെ മഹത്വപ്പെടുത്തി. പ്രിയരെ, നിങ്ങൾ ചിലതിൽ നിന്നൊക്കെ പിന്തിരിയുമ്പോൾ നിങ്ങൾക്ക് വേദനിച്ചേക്കാം, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയേക്കാം. പക്ഷേ അതാണ് നിങ്ങളുടെ ആത്മീയ ശക്തി പുഷ്ടിപ്പെടുന്ന നിമിഷം. കാരണം ദൈവം ആദ്യം നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു, ശേഷമാണ് നിങ്ങളുടെ വിളിയെ ഉയർത്തുന്നത്. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും.